നമുക്ക് നെക്സ്റ്റ് ബോർഡർ ഡിസൈൻ നോക്കാം. പിന്നെ ഞാൻ ഈ ചാനലിൽ ബേസിക് എന്ന എലമെൻറ്റിൻ്റെ ക്ലാസ്സും ബോർഡർ ഡിസൈനും ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അന്നേരം വേറൊരു സന്തോഷ വാർത്തയും കൂടെ. എൻ്റെ ചാനൽ 5000 സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമുക്ക് ബോർഡർ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. 4 ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നടുക്കലത്തെ 2 ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹംസ് വരച്ച് കൊടുക്കാം. ഹംസ് വരയ്ക്കുമ്പോൾ ഈവനായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോർഡർ ഡിസൈന് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം അതിന് ശേഷം അതിൻ്റെ മുകളിലും ഒരു ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഹംസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വെർട്ടിക്കലായിട്ടാണ് ലൈൻ വരച്ച് കൊടുക്കുന്നത്. വെർട്ടിക്കലായിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. ലൈൻ വരച്ചതിന് ശേഷം പിന്നെ ആ ഒരു വെർട്ടിക്കൽ ലൈനിൽ നിന്ന് പിന്നെ ആ സ്ക്വയർ പോലെ ഇരിക്കുന്ന ആ ഒരു ലൈന് നമ്മൾ ചരിച്ച് അതിനകത്ത് വരയിട്ട് കൊടുക്കുക. ആ ചരിച്ചിട്ട് കൊടുക്കുന്ന വര എൻഡ് ചെയ്യുന്നിടത്തു നിന്ന് വീണ്ടും ചരിച്ചിട്ട് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ചരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കിട്ടുന്നത് ട്രയാങ്കിൾ പോലുള്ള ഒരു ഭാഗം കിട്ടും. ട്രയാങ്കിൾ പോലിരിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അന്നേരം ട്രയാങ്കിൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടുന്നതാണ്. അന്നേരം ആ ഒരു ട്രയാങ്കിൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് വശത്ത് ട്രയാങ്കിളാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ട്രയാങ്കിൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അന്നേരം നല്ലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ കൂട്ട് പല ഡിസൈനുകൾ നമ്മളുടെ ഐഡിയയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ഡിസൈൻ പ്രാക്ടീസ് ചെയ്ത് നോക്കി പുതിയതും കൂടി ക്രിയേറ്റ് ചെയ്യുക. ബൈ.